പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം. 196 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുക എന്ന സന്ദേശം നാം ശ്രദ്ധിക്കുകയുണ്ടായല്ലോ. എന്നാൽ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് യഹൂദ പാരമ്പര്യം അല്ല. വിശുദ്ധനായ പത്രോസ് ശ്ലീഹ എഴുതിയ 1 ലേഖനം 1:18 വ്യർത്ഥമായ പിതൃപാരമ്പര്യം എന്ന് കൽപ്പിച്ചിരിക്കുന്നത് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു എന്ന സത്യം ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പഴയ നിയമ പാരമ്പര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രയായ സഭയ്ക്ക് അപ്പോസ്തോലിക പാരമ്പര്യങ്ങൾ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. അതിനെയും മുറുകെ പിടിക്കണം എന്നുള്ളതാണ് കൽപ്പന. അവ ഒന്നാമതായി ഫിലിപ്പ് ലേഖനം 3:17 എഴുതിയിരിക്കുന്നു, കാണിച്ച മാതൃക പ്രകാരം നടക്കുക എന്ന്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവേൻ. നടക്കുന്നവരെ കുറിക്കൊള്ളുക എന്ന മലയാള തർജ്ജിമ വ്യക്തമാകുന്നതിനായി ഇതിൻ്റെ ഇംഗ്ലീഷ് ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഒബ്സർവ് those who live according to the example you have in us. ഞങ്ങളിൽ ഉള്ള മാതൃകകളെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നത് തന്നെയാണ് ഇവിടെ ആജ്ഞാപിച്ചിരിക്കുന്നത്. അതേപോലെ പ്രാപിച്ച പ്രമാണങ്ങളും സഭയിലുണ്ട് എഴുതിയത് മാത്രമല്ല. 2 തെസ്സലോനിക്കർ 3:6 സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ചെറിയ ഒരു ഉപദേശമായിട്ടല്ല, ആജ്ഞ ആയിട്ടാണ് ഈ വാക്യം പറയുന്നത്. വി കമാൻഡ് യു എന്നാണ് ഇംഗ്ലീഷ്. വി കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് to keep away from who are living not according to the tradition that they received from us. ഞങ്ങളിൽ നിന്ന് പ്രാപിച്ച പാരമ്പര്യങ്ങളെ വിട്ടു നടക്കുന്നവരിൽ നിന്ന് അകന്ന് മാറുവാൻ അത്രേ അപ്പോസ്തോലിക കൽപ്പന. ഇവിടെ അപ്പോസ്തോലിക പാരമ്പര്യങ്ങൾ, അതായത് ട്രഡീഷൻ എന്നതിനെ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ മാതൃകകൾ എന്ന് തിരുത്തിയിരിക്കുന്നു. കാരണം പാരമ്പര്യം എന്ന വാക്ക് അവർക്ക് അലർജിയാകുന്നു. ഫിലിപ്പിയ ലേഖനം 4:9 കാണിച്ചു തന്ന മാതൃക സഭയിലുണ്ട്, അത് പാലിക്കണമെന്നും കൽപ്പിച്ചിരിക്കുന്നു. എല്ലാം എഴുതപ്പെട്ടിട്ടില്ല എന്നും മുഖാമുഖം സംസാരിച്ച കാര്യങ്ങൾ ഉണ്ട് എന്നും 2 യോഹന്നാൻ്റെ ലേഖനം 12-ാമത്തെ വാക്യം വ്യക്തമാക്കുന്നു. എങ്കിലും നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട്, എങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. ഇതേ കാര്യം തന്നെ യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 13-14 വാക്യങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്രകാരം മുഖാമുഖമായി സംസാരിച്ച കാര്യങ്ങളെയാണ് വേർഡ് ഓഫ് മൗത്ത് എന്ന് 2 തെസ്സലോനിക്കർ 2:15 എഴുതിയിരിക്കുന്നത്. അതിനെ മുറുകെ പിടിക്കണം എന്ന കൽപ്പന സ്വീകരിക്കാത്ത സഹോദരന്മാരിൽ നിന്ന് അകന്നു മാറുക എന്നതാണ് അപ്പോസ്തലൻ ആജ്ഞാപിച്ചിരിക്കുന്നത്. കേട്ടവർ ഉറപ്പിച്ചു തന്നതാണ്, അത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്ന എബ്രായ ലേഖനം 2:1-4 വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്.
ആയാൽ എഴുതിയത് മാത്രം മതിയെന്ന് പഠിപ്പിക്കുന്നത് സത്യമെങ്കിൽ ഇതെല്ലാം എഴുതിയിരിക്കുന്ന വചനങ്ങൾ തന്നെയാണെന്ന് സമ്മതിക്കണം, അത് പാലിക്കണം. ഇതാകുന്നു അപ്പോസ്തോലികം. ഈ വിധ പ്രമാണങ്ങളെ, പാരമ്പര്യങ്ങളെ വലിച്ചെറിയുന്നത് അപ്പോസ്തോലിക കൽപ്പനയ്ക്ക് വിരുദ്ധമാകുന്നു. എഴുതിയത് ചുരുക്കവും മുഖാമുഖം വാമൊഴിയായി ബൈ വേർഡ് ഓഫ് മൗത്ത് പ്രാപിച്ചത് ഏറെയുമാകയാൽ എഴുതിയിരിക്കുന്നത് പൂർണ്ണമായി പാലിക്കുവാനും സ്വീകരിപ്പാനും സാധിക്കുന്നതാണ് സത്യവിശ്വാസം എന്നുള്ളത്. ആകയാൽ എഴുതിയിരിക്കുന്നതും നേരിട്ട് കാണിച്ചതും പഠിപ്പിച്ചു തന്നതും അതിൽ നിലനിൽക്കുവാൻ ആജ്ഞാപിക്കപ്പെട്ടിരിക്കുകയാൽ ഒരു സത്യവിശ്വാസിക്ക് അപ്പസ്തോലിക പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് അതിനെ പിൻപറ്റുവാനുള്ള കൽപ്പന വേദപുസ്തകത്തിലുണ്ട് എന്നുള്ളത് ഈ തരുണത്തിൽ വ്യക്തമാക്കട്ടെ. ഈ പാരമ്പര്യങ്ങൾ മുറുകെ പഠിക്കുക എന്നത് എഴുതപ്പെട്ട വേദപുസ്തകത്തിൻ്റെ കൽപ്പന തന്നെയാകയാൽ എഴുതപ്പെട്ടതിനെ സ്വീകരിക്കുന്ന ഏവർക്കും ഇത് ബാധകമാകുന്നു എന്നുള്ളതും ഓർപ്പിച്ചുകൊണ്ട് ഇതേവരെയും ശ്രദ്ധിച്ച ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തണ്ണിക്കോട്ടച്ചൻ.